പരിശുദ്ധ ഇസ്ലാമിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കോൺസെപ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. ശരീരത്തിന് കൊടുക്കേണ്ട ഹക്ക് അത് ശരീരത്തിന് കൊടുക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. ചില ടെക്നിക്കുകളൊക്കെ നമുക്ക് നമ്മോട് തന്നെ നമ്മുടെ ഓർമ്മശക്തി ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് നമ്മോട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെടുത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അത്തരം കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവാനും നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ക്രിയേറ്റിവിറ്റിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കഴിയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മൈൻഡ് നല്ല ഷാർപ്പനായിട്ട് നിൽക്കാൻ. ഒന്നും കഴിവില്ലാത്ത ആളാണെങ്കിൽ കൂടെ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് അവൻ്റെ മനസ്സിനെ അവനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവനിക്ക് എത്താൻ കഴിയുകയും ചെയ്യും. കാരണം പല പരാജയങ്ങൾക്കും കാരണം നമുക്ക് നമ്മെ തന്നെ ഇഷ്ടമില്ലാത്തതാണ്, നാം നമ്മെ തന്നെ സ്നേഹിക്കാത്തതാണ്, സെൽഫ് ലവ് എന്നുള്ള സംഭവം ഇല്ലാത്തതാണ്, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. ആ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും തളർന്നു പോകും, നമ്മുടെ മെമ്മറിയും ഡെഡായി പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൗ ടു ഇംപ്രൂവ് യുവർ മെമ്മറി പവർ. എങ്ങനെയാണ് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ അനുഗ്രഹമായിട്ട് നൽകിയതാണ് ഓർമ്മ എന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളെ, കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ, ബ്ലെസ്സിങ് മൊമെൻറ്റുകളെയൊക്കെ ഓർത്തിരിക്കാൻ കഴിയുക എന്നുള്ളത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക? ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓർമ്മ അത് വളരെ ആവശ്യമാണ്. അപ്പോൾ കൂടുതലും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സംഭവം കൂടുതലായിട്ട് അവർ സീക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓർമ്മ നന്നായിട്ട് നിൽക്കാൻ. ഇപ്പോൾ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഈ മെമ്മറി പവറെ എങ്ങനെ കൂട്ടാം, മെമ്മറി പവറെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 10-11ഓളം ടിപ്സുകളാണ്, 11ഓളം കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉറക്കം നമുക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നോക്കൂ, ഉറക്കത്തിന് നമ്മൾ പ്രാധാന്യം കുറക്കലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളത് അത് ശീലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഒരിക്കലും ഉറങ്ങാതിരിക്കുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ട ഉറക്കം, നല്ല ക്വാളിറ്റി സ്ലീപ്പ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ മെമ്മറിയെ ഷാർപ്പൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷനെ റീകോൾ ചെയ്യാനും അത് കൂടുതൽ നമുക്ക് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സമയം, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 to 8 hours ഉറങ്ങണം. ഏറ്റവും ചുരുങ്ങിയത് 6 hours ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം നമ്മൾ പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കോൺസെപ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. ശരീരത്തിന് കൊടുക്കേണ്ട ഹക്ക് അത് ശരീരത്തിന് കൊടുക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. അപ്പോൾ ഉറക്കം വളരെ പ്രധാനമാണ്. ഓർമ്മശക്തി ഉണ്ടാവാൻ, ഓർമ്മശക്തി വർദ്ധിക്കാൻ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. അഥവാ ചില ടെക്നിക്കുകളൊക്കെ നമുക്ക് നമ്മോട് തന്നെ നമ്മുടെ ഓർമ്മശക്തി ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് നമ്മോട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സമ്മറൈസ് എന്നുള്ളത്. അതായത് ഒരു പേജ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചാപ്റ്റർ, ഒരു പുസ്തകത്തിൽ നിന്നൊരു ചാപ്റ്റർ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററെ സമ്മറൈസ് ചെയ്ത് ചുരുക്കിയിട്ട് ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ 2 സെൻറ്റൻസോ ഒരു ചെറിയ പാരഗ്രാഫൊക്കെ മാറ്റുന്നതിനാണ് സമ്മറൈസ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ്. മറ്റൊന്നാണ് ക്വസ്റ്റ്യനിങ്. നമ്മൾ നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കാം. ഇന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഓരോ ദിവസം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഈ സമയം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു. അപ്പോൾ ചോദിക്കാം, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഇന്ന് രാവിലെ നീ എന്തൊക്കെ ചെയ്തു. നമ്മൾക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കാം. ഇത് നമ്മുടെ ഓർമ്മകളെ റീകോൾ ചെയ്തെടുക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ ഓർമ്മശക്തി എന്താക്കാം, വർദ്ധിപ്പിക്കാം എന്ന് മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങളും ഒരു സ്കില്ല് കൂടെയാണ്. സമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. അത് നമുക്ക് പഠിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, നീ എന്തിനാ തെറ്റ് ചെയ്തു, നീ എന്തൊക്കെ നന്മകൾ ഇന്ന് ചെയ്തു. ഈ രൂപത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തെ തെറ്റുകളിൽ നിന്ന് മാറ്റി നന്മയുടെ വഴിയിലൂടെ നടത്താൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മൂന്നാമതായിട്ട് ഓർമ്മശക്തി വർദ്ധിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഓർഗനൈസ് ഇൻഫോർമേഷൻ. അറിവുകൾ, ഈ ഇൻഫോർമേഷൻസൊക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളെ പ്രത്യേക ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ചാപ്റ്റർ വായിച്ചു അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഉള്ള ഇൻഫർമേഷൻസ്, പല ഇൻഫർമേഷൻസും നമുക്ക് പല പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ഇൻഫർമേഷൻസൊക്കെ എന്ത് ചെയ്യുക, പല ഭാഗങ്ങളായിട്ട് ക്രമീകരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഇൻഫർമേഷൻസ്, ആ അറിവുകൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കുന്നതോടൊപ്പം നമ്മുടെ മെമ്മറി പവർ വർദ്ധിക്കാനും കാരണമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, നമുക്ക് ആ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ. ഇതോടൊപ്പം തന്നെ നമ്മുടെ മെമ്മറി പവർ അതോടൊപ്പം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് റിപ്പീറ്റ് ആൻഡ് റിവ്യൂ. അതായത് ആവർത്തിച്ച് അവലോകനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിപ്പീറ്റ് ആൻഡ് റിവ്യൂ ഇൻഫോർമേഷൻസ് പീരിയോഡിക്കലി ടു കീപ് ഇറ്റ് ഫ്രഷ് ഇൻ യുവർ മൈൻഡ്. നമ്മുടെ മൈൻഡിൽ ആ സംഭവങ്ങൾ ഫ്രഷ് ആയിട്ടിരിക്കാനും പെട്ടെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവാനും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കാനും ഇതൊരു കാരണമാകും. ആവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ആവർത്തിച്ച് ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു കാര്യം ഓർമ്മ വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആവർത്തിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ആവർത്തിച്ച് അത് ചെയ്യണം. റിപ്പീറ്റേഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തേത് ടേക്ക് ബ്രേക്സ്. നമ്മൾ അവധി എടുക്കണം. ഇങ്ങനെ നീണ്ട സമയങ്ങൾ ഇങ്ങനെ ഒരുപാട് നേരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ബ്രേക്ക് എടുത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അത്തരം കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവാനും നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ക്രിയേറ്റിവിറ്റിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കഴിയുള്ളൂ. മനസ്സിലായില്ലേ? മറ്റേത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് തെറ്റിപ്പോവും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി നമ്മുടെ മൈൻഡിലേക്ക് വരില്ല. അതേസമയത്ത് ഒരു ചെറിയ ബ്രേക്ക്, ഒരു അരമണിക്കൂർ നമ്മൾ ചെയ്തു, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ മനസ്സിലേക്കൊരു ക്രിയേറ്റിവിറ്റി വരും, ഒരു ഫോക്കസ് കിട്ടും നമുക്ക്. അത്തരം കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെ മെമ്മറി പവറിനെ കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് വിഷ്വലൈസേഷൻ ചെയ്യാം. വിഷ്വലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് വിഷ്വലൈസേഷൻ ടെക്നിക്സ് സച്ച് ആസ് ഇമേജറി ഓർ മെൻ്റൽ മാപ്സ് ടു ഹെൽപ്പ് യു റിമെമ്പർ ഇൻഫർമേഷൻ. നമുക്കിപ്പോൾ അറിവുകളൊക്കെ കൂടുതൽ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ സംഭവത്തെക്കുറിച്ചിട്ടുള്ള ഒരു മാപ്പ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു ദുർഘടം പിടിച്ച ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണമെന്ന് കരുതാം. അപ്പോൾ ഒരു പ്രയാസമുള്ള സ്ഥലമാണത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ഥലം നമ്മുടെ മൈൻഡിൽ ഒരു മാപ്പ് പോലെ കാണാം. അതിലേക്ക് നമ്മൾ ചെല്ലുന്നതായിട്ടും അത് നമ്മൾ കീഴടക്കുന്നതായിട്ടും അതിന് മുകളിലേക്ക് നമ്മൾ എത്തുന്നതായിട്ടും ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുന്നതായിട്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു മൂവി പോലെ, ഒരു വീഡിയോ പോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പമാകും. അങ്ങോട്ട് ചെല്ലാൻ നമുക്ക് എളുപ്പമാകും. അത് നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്സ് എന്നുള്ളത് നമ്മുടെ മെമ്മറി പവറിനെ വർദ്ധിപ്പിക്കാൻ, അത് മെമ്മറിയെ കൂട്ടാനുള്ള ഒരു കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും 2 കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ടെക്നിക്സിലൂടെ നമുക്ക് ആ ചെയ്യുന്ന കാര്യങ്ങളെ അച്ചീവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്മറി പവറിനെ വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ശാരീരിക വ്യായാമം ചെയ്യുക, എക്സസൈസ് ഉണ്ടാവുക ജീവിതത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മൈൻഡ് നല്ല ഷാർപ്പനായിട്ട് നിൽക്കാൻ എക്സസൈസ് വേണം. മെമ്മറി പവർ
കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല എക്സസൈസ് വേണം. കാരണം നമ്മുടെ ശരീരത്തിനൊരു ഉത്സാഹമില്ല എന്നുണ്ടെങ്കിൽ, ഒരു ശരീരത്തിന് ഒരു എക്സസൈസ് കാര്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ, അതായത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. ആ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും തളർന്നു പോകും, നമ്മുടെ മെമ്മറിയും ഡെഡായി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല എക്സസൈസ് നമ്മുടെ ശരീരത്തിന് കൊടുത്താൽ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഉണർവുണ്ടാകും. ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഉൽപ്പാദിപ്പിക്കപ്പെടും. അതോടൊപ്പം നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും ഒക്കെ നല്ല ഷാർപ്പനായിട്ട് നിലനിൽക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക. ഈ ഉറങ്ങി തൂങ്ങി എവിടെയെങ്കിലും പോയിരുന്നാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. സ്റ്റേ മെൻ്റലി ആക്റ്റീവ് ബൈ ഡൂയിങ് പസിൽസ്, റീഡിങ് ഓർ ലേണിംഗ് എ ന്യൂ സ്കിൽ ടു ഹെൽപ്പ് കീപ്പ് യുവർ ബ്രെയിൻ ഷാർപ്പ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ വായിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പസിൽസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പഠിക്കുക, എന്തെങ്കിലും ന്യൂ സ്കില്ല് പഠിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ രൂപത്തിൽ നമുക്ക് ഈ ലോകത്ത് വളരണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല സ്കില്ലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ആ സ്കില്ലുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ പഠിക്കാനും അതിനെക്കുറിച്ച് വായിക്കാനും അതിനെ പറ്റിയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്തിട്ട് നമ്മൾ മൈൻഡിനെ കുറച്ച് ആക്റ്റീവായിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കൂടാൻ അത് കാരണമാകും. നമുക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മെമ്മറി പവർ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മെമ്മറി പവർ കൂടും. ആ സമയത്ത് നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു കാര്യമാണ്, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് 9ാമത്തെ കാര്യമാണ്, യൂസ് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ചില കമാൻഡുകളാണ്, ചില പോസിറ്റീവ് കമാൻഡുകളാണ്. എനിക്ക് വിജയിക്കാൻ കഴിയും, ഞാൻ വിജയിക്കും. അപ്പോൾ ഒന്നും കഴിവില്ലാത്ത ആളാണെങ്കിൽ കൂടെ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് അവൻ്റെ മനസ്സിനെ അവനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവനിക്ക് എത്താൻ കഴിയുകയും ചെയ്യും. പണ്ട് എനിക്ക് എൻ്റെ സാറ് തന്ന, അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സാറ് തന്നൊരു അഫർമേഷൻ ഉണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു, ഞാൻ സുരക്ഷിതനാണ്. ഇതൊരു നല്ല പോസിറ്റീവ് അഫർമേഷനാണ്. ഇപ്പോൾ സെൽഫ് ലവ് ഒക്കെ കുറവുള്ള ആളുകൾ ഒന്നിനും ഒരു റാഹത്ത് കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടും ഒരു പരാജയം മാത്രമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ ഒരു വാചകം, അതായത് ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു, ഞാൻ സുരക്ഷിതനാണ്, ഇത് നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നല്ല ഫീലോടുകൂടെ പറയുകയും എഴുതുകയും ചെയ്താൽ ഒരു 60 ഡേയ്സ്, ഒരു 100 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് 33 തവണ രാവിലെയും വൈകുന്നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് കാണാൻ കഴിയും നമുക്ക്. കാരണം ഈ അഫർമേഷൻസ് കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചില ആളുകളൊക്കെ കളിയാക്കി ചോദിക്കും, ഇതുകൊണ്ടൊക്കെ എന്താണ് സംഭവിക്കുക എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിലൂടെ നമ്മൾ നമ്മുടെ മൈൻഡിനോട് തന്നെ, നമ്മുടെ മനസ്സിനോട് തന്നെ, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം. നീ നല്ലവനാണ്, നിനക്ക് എല്ലാത്തിനും കഴിവുണ്ട്, നീ നിന്നെ അംഗീകരിക്കുന്നുണ്ട്, നീ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പലതിനും കാരണം, പല പരാജയങ്ങൾക്കും കാരണം നമുക്ക് നമ്മെ തന്നെ ഇഷ്ടമില്ലാത്തതാണ്, നാം നമ്മെ തന്നെ സ്നേഹിക്കാത്തതാണ്, സെൽഫ് ലവ് എന്നുള്ള സംഭവം ഇല്ലാത്തതാണ് പലതിനും കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു അഫർമേഷൻസ് ചെല്ലുന്ന സമയത്ത് നമ്മളെ മൈൻഡിനെ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ അത് കാരണമാവുകയും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ എന്ത് ചെയ്യുക? ക്ലീൻ യുവർ മൈൻഡ് ഓൾവൈസ്. നമ്മുടെ മനസ്സിനെപ്പോഴും ക്ലിയർ ആക്കി വെക്കുക. 10ാമത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ആരോടും വെറുപ്പില്ലാത്തൊരു ഹൃദയം, ആരോടും വിദ്വേഷമില്ലാത്ത, ദേഷ്യമില്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. അങ്ങനെ മാറിയാൽ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ, നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്ന് മാത്രമല്ല, അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ മെമ്മറി പവർ വർദ്ധിക്കുകയും ചെയ്യുള്ളൂ. 11ാമത്തേത് അലം നഷ്റഹ് സൂറത്ത് 11 പ്രാവശ്യം സുബഹി നിസ്കാരത്തിന് ശേഷം ഓതി വലത് കൈ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ച് ചെല്ലണം. വലത് കൈ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അലം നഷ്റഹ് സൂറത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം 11 തവണ ചൊല്ലണം. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വിശാലമാവുകയും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് പാലിക്കുക, അത് ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.